നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തരുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹെൽത്തി ആണെന്നും അതുപോലെ തന്നെ സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഡിഷായിട്ടാണ്, അതായത് ചിക്കൻ മപ്പാസ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു അപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ട്രഡീഷണലായിട്ട് ഈസ്റ്റും ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാതെ നമ്മുടെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന അപ്പം. ഞാൻ ആ അപ്പം സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഡിഷിൻ്റെ കൂടെയായിരുന്നു, അതായത് ചിക്കൻ മപ്പാസിൻ്റെ കൂടെ. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലുള്ള കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടും ഈ സെയിം റെസിപ്പി ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതിന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മാരിനേഷന് വേണ്ടി ഞാൻ ഉപയോഗിച്ചത് 2 നുള്ള് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. ഇതെല്ലാം കൂടി കണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി സവാളയൊക്കെ വഴറ്റി വരുമ്പോഴേക്കിനും കുറച്ചും കൂടി സമയം ഇത് ഇരുന്നോട്ടെ. അപ്പോൾ ഇത് കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിലാണോ അതനുസരിച്ച് ഉപയോഗിക്കൂ കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് തീ വെക്കാം. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാനിവിടെ ഒരു ബേ ലീഫ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ഏലക്കായ, 2 ഗ്രാമ്പു ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ വേറെ സ്പൈസസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ജാതിപത്രി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ തക്കോല ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഇത്ര സ്പൈസസ് മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തന്നെ നമ്മൾ അവസാനം കറിയിൽ നിന്ന് മാറ്റി കളയും, നമ്മൾ സെർവ് ചെയ്യുന്നേക്കാളും മുൻപായിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് നല്ല വാസന വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത്. നൈസാക്കി അരിയണമെന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് നീളത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു വലിയ സവാള, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില നീളത്തിലരിഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക്. പച്ചമുളക് 2 എണ്ണം ആദ്യം ചേർത്ത് കൊടുക്കുക, പിന്നെ അവസാനം നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാനുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് എണ്ണത്തിൽ മാറ്റം വരുത്തണം. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന പച്ചമുളകിന് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചേർക്കാൻ പോകുന്നത് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ സാധാരണ കറികൾ ഉണ്ടാക്കുമ്പോൾ സവാള ഒരുപാട് വഴറ്റണമെന്ന് ഞാൻ പറയാം. ഈ കറിയിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. അതിനുശേഷം ഇത് വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നന്നായി വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ കുറയ്ക്കണം, ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇതിൽ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കില്ല. അപ്പോൾ മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ചെറിയ ടീസ്പൂണിൽ 2 ടീസ്പൂൺ കേട്ടോ. അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട കേട്ടോ, അതിന് കുറവ് മതി. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് പെപ്പർ പൗഡർ ആണ്. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ചിക്കൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ. പിന്നെ അവസാനം നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം. ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതിയാകും. 1/2 ടീസ്പൂൺ തന്നെ കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് എല്ലാം കൂടിയും കണ്ടിട്ട് നന്നായിട്ട് അങ്ങ് പച്ചമണം മാറുന്നവരെ 2-3 മിനിറ്റോളം ഇതങ്ങ് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ദേ ഞാനൊരു 2-3 മിനിറ്റ് ഇത് നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളി. ഇത് ഒരുപാട് മറ്റേ സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റോളം ഇതിൽ കിടന്ന് ഒന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളി ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇത് തീ കൂട്ടുക, മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം ഈ ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റോളം ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട്
അങ്ങ് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 2ാം പാൽ എടുക്കുന്നില്ല, ഒറ്റ പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് നല്ല കട്ടിപ്പാൽ അവസാനം ചേർത്ത് കൊടുക്കാൻ മാത്രം കേട്ടോ. 2ാം പാൽ ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിക്കനിൻ്റെ ഉള്ളിലത്തെ വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ നന്നായി കുക്കാവട്ടെ. അഥവാ വെള്ളം കുറവാണെങ്കിൽ മാത്രം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങളുടെ ഫ്രഷ് തേങ്ങ ഇല്ലെങ്കിൽ നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തിക്കായിട്ടുള്ള പാലെടുത്താൽ മതി. അതല്ലെങ്കിൽ ടിൻഡ് കോക്കനട്ട് മിൽക്ക് ഇല്ലേ, അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതൊരു 5 മിനിറ്റോളം ഇതിൽ കിടന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ അടയ്ക്കുന്നതിനേക്കാളും മുൻപായിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാൻ മറക്കരുത്. വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളത്തിൽ ചിക്കൻ വേവുമ്പോൾ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ അടച്ച് വെക്കാൻ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തുറന്ന് നോക്കി കേട്ടോ, ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ വെള്ളം കണ്ടോ? ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണ്. ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. പക്ഷേ ഓരോ ചിക്കനനുസരിച്ചും ഈ വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരും. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ. ഒരു 5 മിനിറ്റും കൂടി കുക്കാവട്ടെ. മാത്രമല്ല ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന ചിക്കൻ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ കിട്ടുന്ന ചിക്കൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും കുക്കിംഗ് ടൈമിൽ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ മാറ്റം വരുത്തണം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇതാ മൊത്തം 20 മിനിറ്റ് നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്, നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണ്ട ഗ്രേവി അനുസരിച്ച് വേണം തീരുമാനിക്കാൻ. അപ്പോൾ നല്ലോണം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഒരുപാട് ഗ്രേവി എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഗ്രേവിയുടെ അളവ് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ പോകുന്നത്. 1 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ. അതിനുവേണ്ടി എനിക്കിവിടെ കിട്ടുന്ന 2 ബോക്സ് തേങ്ങ, അതായത് നാട്ടിൽ കിട്ടുന്ന തേങ്ങയുടെ കണക്ക് പറയുമ്പോൾ 1 തേങ്ങ മൊത്തത്തിൽ, അത് നന്നായിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അടിച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ ഞാനിവിടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പകുതി തക്കാളി നീളത്തിലരിഞ്ഞത്. അത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി 1 തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അധികം പുളിയില്ലാത്ത തക്കാളിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഗരം മസാല, 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു ഇച്ചിരിയും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ 2-3 കഷ്ണം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഗ്രേവിക്ക് കട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ കട്ടി തേങ്ങാപ്പാൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. എരിവൊക്കെ നോക്കിയിട്ട് എരിവ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതിയാവും. ഒരു ഇച്ചിരി കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം, ഒരുപാട് വേണ്ട കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി കച്ചിയെടുക്കാം. ഒരു 1/2 മണിക്കൂർ കൊണ്ട് മൊത്തത്തിൽ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒരുപാട് തിക്കായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ മതി, അല്ലാണ്ട് പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ഗ്രേവി ഒരുപാട് തിക്കായി തോന്നുകയാണെങ്കിൽ. പിന്നെ അതേസമയം ഇപ്പം നിങ്ങൾക്ക് ഗ്രേവി ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം വെള്ളത്തിൽ ഒരല്പം കോൺഫ്ലോർ, ആരോടും പറയരുത് കേട്ടോ, കോൺഫ്ലോർ എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒഴിച്ചിട്ട് അങ്ങ് കട്ടി കൂട്ടി കൊടുത്താൽ മതി. ഉള്ളി കാച്ചാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 5 ചെറിയുള്ളി നൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഗോൾഡ് കളർ ആവട്ടെ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് മേലെ കടുക് കാച്ചി ഒഴിച്ചാലും മതിയാകും. പക്ഷേ ചെറിയുള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നെയ്യിൽ വേണമെങ്കിൽ കാച്ചി ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യ് ഉപയോഗിക്കുന്നില്ല, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ തക്കാളിക്ക് ചിലപ്പോൾ ചില തക്കാളിക്ക് അധികം പുളി ഉണ്ടായിന്ന് വരില്ല. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രേവി നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം വിനീഗർ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒരല്പം മാത്രം കേട്ടോ, കൂടുതലൊന്നും വേണ്ട. പക്ഷേ എനിക്ക് ഗ്രേവിക്ക് അത്യാവശ്യം നല്ല പുളിയും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, എരിവും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഒക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഉള്ളി ഗോൾഡ് കളർ ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗ്രേവി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറിയൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ നേരത്തേക്ക് സൂപ്പറായിരിക്കും. എല്ലാ ചിക്കനിലേക്കൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ട് വളരെ നന്നായിരിക്കും. ചിക്കൻ്റെ വേവ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ ബാക്കിയൊക്കെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് അപ്പമാണ്. അപ്പത്തിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്.
കഴിഞ്ഞ ദിവസം ഞാൻ ഈസ്റ്റും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാത്ത നമ്മുടെ നാടൻ അപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം അപ്പം തന്നെയാണ് ഇന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പിന്നെ ഡിവൈനാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതിപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ബ്രെഡിൻ്റെ കൂടെ, പൊറോട്ട, ചപ്പാത്തി എന്ന് വേണ്ട എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ദയവേത് ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വീഡിയോ എടുക്കാം. ഇതെന്തിനത്? ഇത് ഞാൻ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് വാങ്ങിച്ചു വെച്ചത്. ഒറ്റ വലിയ പത്തങ്ങ. ഇന്നാണ് ആദ്യമായിട്ട് മുറിക്കുന്നത്. ചെറിയ ചെറിയ പീസായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഉള്ളിലത്തെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഇനി എടുത്ത് വെക്കാൻ. കുരുവോട് കൂടി നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായി പോകും തുറന്നു കഴിഞ്ഞാൽ. കുരു വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാം. നമ്മുടെ ജാൻ്റെ അമ്മയുടെ പ്രിയപ്പെട്ട ഒരു സംഭവമാണ് പത്തങ്ങ.